ഒരു നൈസ് ഡിറ്റക്റ്റീവ് ഫിലിം ഫ്രാഞ്ചൈസ് പരിചയപ്പെടുത്താം. എന്നോല ഹോംസ്. ലോക പ്രശസ്ത കുറ്റാന്വേഷകനായ ഷെർലക് ഹോംസിന്റെ അനിയത്തിയാണ് എന്നോല. അദ്ദേഹത്തെക്കാൾ 20 വയസ്സിന് ഇളയവളാണ്. ആർത്തർ കോനൻ ഡോയൽ അല്ല എന്നോലയുടെ സൃഷ്ടാവ്. നാൻസി സ്പ്രിംഗർ ആണ് തന്റെ നോവലുകളിലൂടെ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. എന്നോല എന്നാൽ എലോൺ എന്ന വാക്ക് തിരിച്ചിട്ടുണ്ടായ പദമാണ്. എന്തും ഒറ്റയ്ക്ക് നേടാൻ അവൾക്ക് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന അവളുടെ അമ്മ യുഡോറിയാണ് ആ പേര് അവൾക്ക് ഇട്ടത്. ഇൻഡിപെൻഡന്റ് ആയിരിക്കണം ജീവിതത്തിൽ എന്ന അമ്മയുടെ ഉപദേശം അനുസരിച്ച് 14-ാമത്തെ വയസ്സിൽ തന്നെ അവൾ തനിക്കായി ഒരു പാത തെരഞ്ഞെടുത്തു. അത് ചേട്ടൻ ഷെർലക്കിന്റെ പാത തന്നെയായിരുന്നു, അതായത് ഒരു ഡിറ്റക്റ്റീവ് ആവുക എന്നുള്ളത്. എന്നോല ഹോംസിന്റെ അന്വേഷണങ്ങൾ പറയുന്ന ഫിലിം ഫ്രാഞ്ചൈസ് ആണിത്. ഇതിന് 3 പാർട്ടുകൾ മൊത്തം വന്നു കഴിഞ്ഞു. 2020 ആദ്യത്തെ സിനിമയും 2022 രണ്ടാമത്തേത്, ഇപ്പോൾ 3-ാം ഭാഗവും. ഇതൊരു വൻ സംഭവം പടങ്ങളൊന്നുമല്ല. ഈ ഫ്രാഞ്ചൈസ് തന്നെ വലിയൊരു ഫിലിം ഫ്രാഞ്ചൈസ് ഒന്നുമല്ല. പക്ഷേ ഈ പടങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സിമ്പിൾ ബ്യൂട്ടി ഉണ്ട്, ക്യൂട്ട്നെസ് ഉണ്ട്, എന്റർടൈൻമെന്റ് വാല്യൂ ഉണ്ട്. എന്നോല ഹോംസ് ആയിട്ട് മില്ലി ബോബി ബ്രൗൺ, അതായത് നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിലെ 11 ആണ് വരുന്നത്. ഷെർലക് ഹോംസ് ആയിട്ട് ഹെൻറി കാവിൽ. ഫസ്റ്റ് 2 പാർട്ടുകളും മികച്ചതാണ്. തേർഡ് വൺ അത്രയ്ക്കും ഇല്ലെങ്കിലും കണ്ടിരിക്കാം. നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇംഗ്ലീഷിനൊപ്പം തമിഴ് ഡബിങ്ങും അവൈലബിൾ ആണ്.